അറേബ്യൻ വിഭവമാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ പിന്നെ നമ്മളെ ഈ ചാനലിൽ എന്തൊക്കെ ഉണ്ട്? യാത്രകളുണ്ട്, വെറൈറ്റി ഫുഡുകളുണ്ട്, സ്നാക്കുകളുണ്ട്, ജ്യൂസും ഉണ്ട് അല്ലേ? അപ്പൊ എല്ലാതും കാണണം, സ്കിപ്പ് ചെയ്യാതെ കാണണം. താങ്ക് യു. ഞാൻ എൻ്റെ ഫ്രിഡ്ജിൽ ഒരു ബ്രസ്റ്റ് പീസ്, ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഫ്രോസൺ ആക്കാൻ പറ്റിയിരുന്നു. അപ്പോൾ ഫ്രോസൺ ആയിട്ടുള്ള ആ ഒരു ഭാഗമാണ്. ഇതിന് നമുക്ക് ചെറിയൊരു കലാപരിപാടി ഉണ്ട്. നമ്മുടെ ഈ ക്യാരറ്റൊക്കെ ചെയ്യുന്ന അതിൽ വെച്ചിട്ട് ഈ ഫ്രോസൺ പീസ് ഇതുപോലെ നല്ലോണം ഇട്ട് ആക്കുക. കുറച്ച് സമയം പിടിക്കുന്നുണ്ട്, പക്ഷേ അധികം സമയമൊന്നും വേണ്ട, എന്തായാലും പെട്ടെന്ന് സംഭവം നടക്കും. അത് നിങ്ങളുടെ അടുത്തുള്ള ഈ ഒരു സൈസിൽ ഇതുപോലെ ആക്കുക. അപ്പം ഇതേപോലെ അങ്ങോട്ട് വരും. ഇതിൻ്റെ വേറൊരു മോഡലാണ് ഇത്. ഇതിലും ഞാൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഒരു വലിയ ഉള്ളി മുറിച്ച് ആ ഒരു അളവിനെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു വലിയ ഉള്ളി ചെറുതാക്കി പീസാക്കി അരിഞ്ഞാണ്. അതേപോലെ ഒരു വലിയ തക്കാളി ഇതുപോലെ പീസാക്കി അരിഞ്ഞാണ്. ഒരു കൈപ്പിടുത്ത മല്ലിയിലയും ഒരു പച്ചമുളകാണിത്. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി അരച്ചത്, 1 സ്പൂണ് കുരുമുളക് പൊടി, 1/2 സ്പൂണ് ഗരം മസാല, 1/2 സ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി. ഇനി ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് ഇതിൻ്റെ മസാല പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ഒരു ഫ്രൈങ് പാൻ എടുത്തിട്ട് സ്വല്പം വെളിച്ചെണ്ണ അതിൽ ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ ആ ഒരു വലിയ ഉള്ളി ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളത് അതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് വാട്ടുക. പിന്നെ ആവശ്യത്തിന് ജസ്റ്റ് കുറച്ച് ഉപ്പിടുക. പിന്നെ വേണമെങ്കിൽ പിന്നെ ലാസ്റ്റ് ഉപ്പിടുക. ഒന്ന് ജസ്റ്റ് ഇതേപോലെ കംപ്ലീറ്റ് ഇളക്കൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. ഇനി ആ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി അരച്ചത് അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക എല്ലാ ഭാഗവും. ഇനി ആ ചിക്കൻ്റെ നമ്മൾ സ്ലൈസ് ചെയ്തിട്ട് ആ ഒരു സാധനം ഇട്ടിട്ട് കംപ്ലീറ്റ്, അത് ഏകദേശം ഒരു വലിയ ഉള്ളീൻ്റെ ആ അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ നല്ലോണം അങ്ങോട്ട് എല്ലാ ഭാഗവും ആക്കി. ഇപ്പോൾ ഒരു മീഡിയം ചൂടിൽ വെച്ചാൽ മതി നമ്മുടെ അടുപ്പ്. പെട്ടെന്ന് വേവും ഈ സംഭവം, കാരണം വളരെ നൈസായിട്ടുള്ളതാണ്. ഇനി ആ പച്ചമുളക് നമുക്ക് ഇടുക. ഒരു പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിന് നിങ്ങൾക്ക് കൂട്ടണേ കൂട്ടാം. പിന്നെ നമ്മൾ ആ മസാലപ്പൊടികളെല്ലാം എടുക്കുക. ചെറിയ ജീരകം, ഗരം മസാല, കുരുമുളക്, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, എന്നിട്ട് കംപ്ലീറ്റ് അത് മിക്സ് ചെയ്യുക. മഞ്ഞൾപ്പൊടി വളരെ സ്വല്പം എടുത്താൽ മതി. ഞാൻ പറഞ്ഞ അളവിൽ കൂടുതൽ എടുത്തു വരുന്നത്. മഞ്ഞൾപ്പൊടി കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോവും. അങ്ങനെ വാടി വരുന്ന സമയത്ത് നമ്മുടെ ഒരു തക്കാളി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞത് ഇതിലേക്ക് ഇടുക. തക്കാളി ഒന്ന് വാടണം. അപ്പോൾ ഒരു 1-2 മിനിറ്റ് ഇത് അടച്ചു വെക്കുക. അപ്പോൾ ഞാൻ അടപ്പ് തുറന്നിട്ടുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് വാടി വന്നിട്ടുണ്ട്. ശേഷം അതിലേക്ക് മല്ലിയില ഇടുക ഇതേപോലെ. ഇനി അത് നമുക്കൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് വെക്കുക. പൊട്ടറ്റോ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. പൊട്ടറ്റോ ഒരു വേറെ ടേസ്റ്റ് വരും. പൊട്ടറ്റോ വേവിച്ചിട്ട് അത് ഉടച്ചിട്ട് നമ്മൾ കട്ട്ലറ്റിനൊക്കെ ഉണ്ടാക്കില്ല, അതേപോലെ ഇട്ടാൽ ഒന്നും കൂടി കുറച്ച് ഹാർഡായി കിട്ടും. അപ്പോൾ അതിന് ചൂടാറാൻ വേണ്ടി ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ക്യാരറ്റ് കൊണ്ട് ഒരു പരിപാടി ഉണ്ട്. ഞാനൊരു 3 ക്യാരറ്റ് കുക്കറിൽ ഒരു 4 സ്റ്റീം വേവിച്ചെടുത്തിട്ട് ഉള്ളതാണ് ഈ കാണുന്നത്. സ്റ്റീം പോയ ഉടനെ ഇത് കുക്കറിൽ നിന്ന് എടുക്കണം, അല്ലെങ്കിൽ എന്താ വെച്ചാൽ വെള്ളത്തിൻ്റെ അംശം വരും. ഞാൻ കുറച്ച് അധികം നേരം വെള്ളത്തിൽ വെച്ച് പോയതാണ്. ഇനി ഇതേപോലെ ഏറ്റവും ചെറിയ പൊടിയായിട്ടുള്ള ഒരു ഹോളുള്ളത് വെച്ചിട്ട് ഇതിങ്ങനെ ചെയ്യുക. അപ്പോൾ അതിൽ വലിയ കഷ്ണം വരുന്ന സമയത്ത് അതും വീണ്ടും ഇതേപോലെ ആക്കുക. മിക്സിയിൽ ഒരിക്കലും അരച്ച് പോയരുത്, ഇതേപോലെ ആക്കുക. ഇത് കുറച്ച് വെള്ളം കുടിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ വെള്ളം കുടിക്കാതിരിക്കാൻ ഉള്ള പിന്നെ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീം പോയ ഉടനെ തന്നെ നമ്മൾ എടുത്തിട്ട് പുറത്തെടുത്താൽ മതി. പിന്നെ ചിലതിന് ഇതുപോലെ വെള്ളത്തിൻ്റെ അംശം ഉള്ളതുണ്ടാവും. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് എന്ത് ചെയ്യുക വെച്ചാൽ ഇതേപോലെ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാനൊരു അരിപ്പയിലിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ടേബിൾ സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ജസ്റ്റ് കൈയിൻ്റെ മടക്കൊണ്ടോ ഒന്നിങ്ങനെ ഇതായി കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം അങ്ങോട്ടേക്ക് പോയി കിട്ടും. ടേബിൾ സ്പൂണിൽ അടിച്ചാൽ കുറച്ചുകൂടി ഉത്തമമാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ നീര്. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെക്കുക. അത് നിങ്ങളെ യുക്തി പോലെ ചെയ്യുക. നമുക്ക് അധികം വെള്ള അംശം ഉണ്ടാകരുത്. ഇതിപ്പോൾ കംപ്ലീറ്റ് വെള്ളത്തിൻ്റെ അംശം പോയിട്ടുള്ളതാണ്. ഇനി നമ്മുടെ മസാല ഞാനൊന്ന് തണുപ്പിക്കാൻ വേണ്ടിച്ചിരുന്നു. അപ്പോൾ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് തണുത്തിട്ട് ഒന്ന് പുറത്ത് വെച്ചിട്ട് ഇതിനൊരു അളവിൽ വെക്കാൻ പോണ്.
പൊട്ടറ്റോൻ്റെ അംശം കൂടി കുറച്ചും കൂടി ഉണ്ടെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യം വരുന്നില്ല, പെട്ടെന്ന് നമുക്ക് ഹാർഡായി കിട്ടും. ഞാൻ പിന്നെ പൊട്ടറ്റോ ടേസ്റ്റ് മാറിപ്പോകുമെന്ന് വെച്ചിട്ട് ഉപയോഗിക്കാറുന്നതാണ്. പൊട്ടറ്റോ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാനിതൊരു 8 പീസാക്കി മുറിക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് എല്ലാത്തിലും ഒരേ മസാല നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു പോർഷൻ എടുത്തിട്ട് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് നമ്മളെ ലഡുവിൻ്റെ ഉരുള ഉണ്ടാക്കുന്ന പോലെ ഇതുപോലെ ഇങ്ങനെ ഉരുട്ടി വെക്കുക. അധികം ഓവർ സൈസായി പോകരുത്. ഇനി ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതിൽ ഷീറ്റിന് മുകളിൽ സ്വല്പം നെയ്യൊന്നിങ്ങനെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ആ ക്യാരറ്റ് വേവിച്ച് ഞാൻ ഇതിലേക്ക് എടുത്തിട്ട് ഒന്ന് ടേബിൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒന്ന് ലെവലാക്കുന്നുണ്ട്. ഇത് കൈമിൽ വെച്ച് ആക്കുന്നതിനെക്കാട്ടും നല്ല ഇതേപോലെ നമ്മളൊരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മുകളിൽ വെച്ച് ആക്കുന്ന സമയത്ത് നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ സൈസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് നാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് അതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മുടെ നേരത്തെ ഇടിച്ച ഉരുളുണ്ടല്ലോ അതതിൻ്റെ മുകളിലേക്ക് വെക്കണം. അതിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഇതാണ് ഉരുള, അതിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇത് മടക്കുക. അപ്പോൾ എന്താ വെച്ചാൽ കംപ്ലീറ്റ് കവർ ചെയ്ത് കിട്ടും. അപ്പോൾ ടോപ്പിൽ ചിലപ്പോൾ കുറച്ചൊരു ഗ്യാപ്പ് കാണാം, കാരണം ഇതിന് സൈസ് കുറച്ച് കുറവ്. അപ്പോൾ എന്താ വെച്ചാൽ ചെറിയൊരു പീസ് എടുത്തിട്ട് ക്യാരറ്റിൻ്റെ പീസ് അതിൻ്റെ ടോപ്പ് ഒന്ന് കവർ ചെയ്താൽ മതി. ഈ ടോപ്പിൽ ഗ്യാപ്പ് വരാതിരിക്കാനുള്ള ഒരു ഐഡിയ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. എന്നിട്ട് ഇത് ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കുക. ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കുക. ഇനി ടോപ്പിൽ ഗ്യാപ്പ് വരാതെ ഇതുകൊണ്ട് തന്നെ നമുക്ക് ഫുള്ളാക്കണമെങ്കിൽ ഈ ഒരു കംപ്ലീറ്റ് ഈ ഒരു പീസ് ക്യാരറ്റ് പീസ് കംപ്ലീറ്റ് ഇങ്ങനെ വെച്ച് മടക്കി കഴിഞ്ഞിട്ട് ജസ്റ്റ് കൈ കൊണ്ട് ഒന്ന് ഉരുളാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുക കംപ്ലീറ്റ് കിട്ടും. നിങ്ങളെ സൗകര്യം പോലെ ചെയ്യുക. ഇത് കുറച്ചൊരു വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ടാണ് ഒരു ലൂസ്, മറ്റേ ഇങ്ങനെ ഉണ്ടാവാറില്ല. മുമ്പേ ഉണ്ടാക്കിയ സമയത്ത് നന്നായിരുന്നു. അതുകൂടെ മാറ്റി വെക്കുക. ഇനി നമ്മൾ തേൻ കുറച്ച് ഒഴിച്ചിട്ട് ഉള്ള പരിപാടിയാണ്. അപ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി കച്ചപ്പ് ഒഴിക്കുക, ഗാർലിക് പേസ്റ്റ് ഒഴിക്കുക, എന്തും ചെയ്യുക. നിങ്ങൾ ഒന്നുമില്ലാണ്ട് നേരത്തെ ചെയ്ത പോലെ അങ്ങനെയും ചെയ്യുക. ഇതേപോലെ ആക്കിയിട്ട് ജസ്റ്റ് കൈകൊണ്ട് നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ ചെയ്യുക. ഓവർ സൈസായി പോകരുത്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് സ്വല്പം ഇങ്ങനെ വെള്ളം ഊറി വരുന്നുണ്ട്. അതാണെങ്കിൽ ഒരു ചെറിയൊരു കോട്ടൺ പീസ് നമുക്ക് തുടച്ചെടുക്കാം. ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഇലയൊക്കെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കാം. കണ്ട ഒരു ഓറഞ്ചാണെന്ന് പെട്ടെന്ന് തോന്നും. ഇതൊരു അറേബ്യൻ വിഭവമാണ്. അപ്പോൾ ഡെക്കറേഷനെ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ആ നീര് ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. ഇതിന് നമ്മളൊരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ പീസായിട്ട് കഴിക്കാം. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.